وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله السميع العليم من الشيطان الرجيم. قل إنما أنا بشر مثلكم يوحى إلي أنما إلهكم إله واحد فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികൾ, സർവശക്തനായ അല്ലാഹുവിനെ സദാ സൂക്ഷിച്ച് പരമാവധി അല്ലാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ച് തഖ്വ കൈമുതലാക്കി ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണ എന്ന് സ്വന്തത്തെയും നിങ്ങളെ ഓരോരുത്തരെയും വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു മരണം വരെ തഖ്വ പരിപാലിച്ച് യഥാർത്ഥ മുത്തഖികളായി ജീവിക്കാനും ഈ ലോകത്തോട് മുത്തഖികളായി വിട പറയാനും മുത്തഖികൾക്കായി അല്ലാഹു ഒരുക്കി വെച്ച അവന്റെ ജന്നത്തുൽ ഫിർദൗസിൽ നമ്മുടെ മാതാപിതാക്കളോടൊപ്പം നമ്മുടെ ഇണകളോടൊപ്പം നമ്മുടെ മക്കളോടൊപ്പം ഇതുപോലെ അല്ലാഹുവിന്റെ മഹനീയമായ ഈ ഭവനത്തിൽ ഒത്തുചേർന്നതുപോലെ ഒരുമിച്ചിരിക്കാൻ അല്ലാഹു നമ്മെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. മരണചിന്തയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യത്തെ സംബന്ധിച്ചാണ് അല്പം ചില കാര്യങ്ങൾ എന്നോട് പോലെ നിങ്ങൾ ഓരോരുത്തരോട് ഓർമ്മിപ്പിക്കാനുള്ളത്. പലപ്പോഴും ആളുകൾ മരണത്തെ കുറിച്ച് പറയുന്നതും കേൾക്കുന്നതും അത്ര കർശനമല്ല. ആരെങ്കിലുമൊക്കെ അത്തരം ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ പങ്കുവെക്കുകയോ ഉപദേശിക്കുകയോ ചെയ്താൽ ഒന്നും ഉണ്ടാകില്ല. എപ്പോ നോക്കിയാൽ ഈ മരണം 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 തന്നെ പറയാനുള്ളൂ. ചിലർക്ക് കേൾക്കുന്നത് പേടിയായതുകൊണ്ടാണ്. എനിക്ക് വേറെ പറയാനില്ലേ, എപ്പോ നോക്കിയാലും പറഞ്ഞോണ്ടിരിക്കുക. ഇപ്പൊ നമ്മൾ ജീവിക്കില്ല, ജീവിതത്തെ കുറിച്ച് പറയും. അങ്ങനെ വേറെ ഈ ആരാധനയാവിൽ വേറെ പറ്റിയൊക്കെ പറയാൻ ചിലർക്ക് പേടി കൊണ്ടാണ്. മരണത്തെ കുറിച്ചുള്ള ഭയം, പേടി, മരിക്കണമല്ലോ എന്ന ചിന്തക്ക് ആ ബേജാറോട് ഇഷ്ടപ്പെടില്ല. വേറെ ചില ആളുകൾക്ക് ഓർക്കാൻ തന്നെ ഇഷ്ടമല്ല. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ നിരന്തരമായി ഓർക്കേണ്ടതും
ഒരിക്കലും മറക്കാൻ പാടില്ലാത്തതുമായ സുപ്രധാനമായ ഒരു കാര്യമാണ് മരണത്തെക്കുറിച്ചുള്ള തന്റെ ജീവിതത്തിൽ ഏത് നിമിഷവും തനിക്ക് വന്നേക്കാവുന്ന, അതിനുവേണ്ടി എപ്പോഴും എല്ലാ അർത്ഥത്തിലും ഒരുങ്ങി തയ്യാറായി ഇരിക്കേണ്ടുന്ന ആ മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർക്കുകയും അതിനുള്ള എല്ലാ തരത്തിലുമുള്ള മുന്നൊരുക്കത്തോടുകൂടി സദാ സന്നദ്ധനായി തയ്യാറായിരിക്കുകയും ചെയ്യേണ്ടതാണ് മരണമെന്നാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ ഈ പള്ളിയിൽ ഇരിക്കുന്നത് പോലെ ഞങ്ങൾ പ്രവാചകന്റെ കൂടെ ഇരിക്കുമ്പോ അൻസ്വാരികളിൽപ്പെട്ട ഒരാൾ അങ്ങോട്ട് കടന്നു വന്നു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി അടുത്ത് പറയുന്ന വാക്കാണ് ഫസല്ലമ അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വന്ന ആള് റസൂലുള്ളാഹിന്റെ മേൽ സലാം പറഞ്ഞു. ഇസ്ലാമിലെ മര്യാദയാണ് കുട്ടിയെ സലാം പറയണം. എവിടെ ചെന്നാലും അത് വ്യക്തികൾ തമ്മിൽ കൊണ്ടോട്ടെ, ഒരു സദസ്സിലേക്ക് ചെല്ലട്ടെ, എവിടെയായാലും അൻസാരിയായ മനുഷ്യർക്ക് സലാം പറഞ്ഞു. എന്നിട്ട് അയാൾ നമ്മൾ വിശ്വാസികളാണല്ലോ, വിശ്വാസികളാകണമെന്ന് ആഗ്രഹിക്കുന്നവരും പരമാവധി വിശ്വാസികളായി ജീവിക്കാൻ പരിശ്രമിക്കുന്നവരും നിരന്തരമായി പ്രാർത്ഥിക്കുന്നവരുമാണ്. പക്ഷെ എനിക്കറിയേണ്ടത് ഈ വിശ്വാസികളുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും ഉത്കൃഷ്ടരായ ഏറെ ശ്രേഷ്ഠതയുള്ള മഹത്വമുള്ള ആളുകൾ ആരാണ് എന്നറിയാൻ ഒരു ആഗ്രഹം. വിശ്വാസികളിൽ ഏറ്റവും വലിയ ആളുകൾ, ഏറ്റവും മികച്ച ആളുകൾ അവരാരായിരിക്കും? റസൂലുള്ളാഹിന്റെ മറുപടി മുഅ്മിനുകളായിട്ടുള്ള വിശ്വാസികളായിട്ടുള്ള ഈമാനുകളുള്ള ആളുകളുടെ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളുകൾ ആരാണ്? ഈമാനുണ്ട്, അമലു സാലിഹാത്തുകൾ ചെയ്യുന്നുണ്ട്, പക്ഷേ ജീവിതത്തിന്റെ സ്വഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ ഏറ്റവും നല്ല സ്വഭാവം, ആ സൽസ്വഭാവമായി ജീവിക്കുന്ന ആളുകൾ ആരാണോ അവരാണ് വിശ്വാസികൾ ഏറ്റവും നല്ല ആളുകൾ, ഏറ്റവും മികച്ച ആളുകൾ, ഉത്കൃഷ്ടരായ ആളുകൾ. ചോദ്യകർത്താവ് രണ്ടാമത്തെ ഒരു ചോദ്യം ചോദിച്ചു. രണ്ടും വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഒന്നാമത്തെ ചോദ്യത്തെക്കാൾ അതീവ പ്രസക്തമാണ് രണ്ടാമത്തെ ചോദ്യം. അദ്ദേഹത്തിന്റെ ചോദ്യം എങ്കിൽ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിമാന്മാരായ സമർത്ഥരായ ആളുകൾ അവരാരാണ്? മുഅ്മിനീങ്ങൾ എന്ന് പറയുന്നത് ഒരു സമൂഹമാണല്ലോ, ഒരു കൂട്ടം ആളുകളല്ലേ. അവരുടെ കൂട്ടത്തിലെ ബുദ്ധിമാന്മാരായ ആളുകൾ ഈ അൻസാരികളിൽപ്പെട്ട ഈ വന്ന ആളുകൾ രണ്ടാമത്തെ ചോദ്യമായി റസൂലിനോട് ചോദിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ മറുപടി അക്സറുഹും ലിൽ മൗതി ദിക്റൻ. വിശ്വാസികളെന്ന് പറഞ്ഞ് വിശ്വാസികളായി ജീവിക്കാൻ ആഗ്രഹിച്ച് അതിനുവേണ്ടി പരമാവധി കഠിനാധ്വാനങ്ങളും പരിശ്രമങ്ങളും ചെയ്ത് അല്ലാഹുവോട് നിരന്തരമായി പ്രാർത്ഥിച്ച് ജീവിക്കുന്ന മനുഷ്യരുടെ കൂട്ടത്തിൽ ആരാണ് തങ്ങളുടെ മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർത്തുകൊണ്ടിരിക്കുന്നവരാരാണ്? നിരന്തരമായി ആ മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർത്തുകൊണ്ടിരിക്കാൻ കാര്യമില്ല. ആ ഓർമ്മയിലൂടെ, ആ ചിന്തയിലൂടെ, അത്തരം കാര്യങ്ങളിലൂടെ ആ മരണത്തിന് വേണ്ടി ഏറ്റവും വലിയ മുന്നൊരുക്കങ്ങൾ ഏറ്റവും നന്നായി ചെയ്തവർ ഒരുങ്ങി നിൽക്കുന്നവരാരാണോ അവരാണ് വിശ്വാസികളുടെ ബുദ്ധിമാന്മാരായ ആളുകളെന്ന് ഹബീബുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, നമ്മളും കൂട്ടത്തിൽ ഉൾപ്പെടുന്ന അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. എപ്പോഴും വിശ്വാസികളെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ് ഈ സംഭവത്തിലൂടെ, ഈ ഹദീസിലൂടെ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസി സമൂഹത്തിന് ആ അൻസാരികളുടെ മറുപടിയിലൂടെ അല്ലാഹു
പഠിപ്പിച്ചിട്ടുണ്ട്. മരിക്കുന്നത് വരെയുള്ള നശ്വരമായ ഈ ജീവിതത്തിന്റെ സുഖങ്ങൾക്കും സന്തോഷങ്ങൾക്കും സൗകര്യങ്ങൾക്കും ഒരിക്കലും അവസാനിക്കാത്ത അറ്റമില്ലാത്ത ഒരു ലോകം നമ്മെ എല്ലാവരും കാത്തിരിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം ഒരിക്കലും നമ്മൾ മറന്നുകൊള്ളുന്നത്. ഈ ദുനിയാവിന്റെ സുഖങ്ങൾക്ക് വേണ്ടി, ഈ ദുനിയാവിന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി, ഈ ദുനിയാവിന്റേതായ ഗുണങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുമ്പോ, അധ്വാനിക്കുമ്പോ, കഷ്ടപ്പെടുമ്പോ അതിന്റെ കാലയളവ് മരണം വരെയാണ്. എന്നാൽ മരണത്തിന് ശേഷം അഷ്ടമില്ലാത്ത ജീവിതത്തിന്റെ വാതിൽ തുറക്കുകയാണ്. അവിടെയുള്ള രക്ഷയെക്കുറിച്ചുള്ള ചിന്തയും ഓർമ്മയും അതിനുവേണ്ടിയുള്ള ഉന്നതങ്ങളും നടത്താൻ മറന്നുപോയാൽ അയാൾ ഹതഭാഗ്യനായി മറ്റാരുമില്ലായിരുന്നു. ചരിത്രകാരന്മാർ മരണത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമുള്ള താരതമ്യ പഠനങ്ങളിൽ പ്രശസ്തമായ ഒരു വാക്ക് ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും. മരണം ജീവിതത്തോടോ ജീവിതം മരണത്തോടോ അല്ലടോ. എന്താണ് ആളുകൾക്ക് ഭയങ്കര നല്ല തീരെ ഇഷ്ടവുമില്ലാത്തതാണ് മരണത്തോട് ജീവിതം ചോദിച്ചു. എന്നാൽ ജീവിതം മരണമാകാതെ ജീവിതത്തോട് ചോദിച്ചപ്പോ, ജീവിതം മരണത്തോട് ചോദിച്ചപ്പോ തന്നെ ആൾക്ക് ഭയങ്കര ഇഷ്ടവും ആൾക്ക് ഭയങ്കര താല്പര്യമാണ്. ആ സമയത്ത് മരണം പറഞ്ഞപ്പോൾ ഞാൻ കൈകൊള്ള അതേപോലെ വേദനയുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ. ജീവിതം പറഞ്ഞപ്പോൾ ഞാനാകാതെ കബളിപ്പിക്കുന്ന വഞ്ചിക്കുന്ന ആളുകളെ സന്തോഷിപ്പിക്കുന്ന ഒരു കളവാണ്, ഒരു വ്യാജമാണ് ഞാൻ. സഹോദരങ്ങളെ, വിശ്വസിച്ച ഖുർആൻ നമ്മെ ഓർമ്മിപ്പിച്ച യാഥാർത്ഥ്യമാണ്. ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു വിഭവമല്ലാതെ മറ്റൊന്നുമല്ല ഈ ദുനിയാവിലെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ദുനിയാവിലെ ജീവിതം നിങ്ങളെ വഞ്ചിച്ചു കളയരുത്, നിങ്ങളെ തെറ്റിച്ചു കളയരുത്, നിങ്ങളെ ചതിച്ചു കളയരുത് എന്ന് അതെന്താ ചതിക്കരുത്. ദുനിയാവിനെ നമ്മൾ ചതിക്കുക, ദുനിയാവിനെ നമ്മൾ എങ്ങനെ വഞ്ചിതരായി പോകുക, ദുനിയാവിന് ശേഷമുള്ള യഥാർത്ഥമായ പാരമാരിക ജീവിതത്തെ കുറിച്ച്, ആ ജീവിതത്തിലേക്കുള്ള യാത്രയാണ് അതിന്റെ കവാടമാകുന്ന മഹത്വത്തെ കുറിച്ച്, അതിനുശേഷമുള്ള വരാനാകുന്ന രക്ഷാശാസകളെ കുറിച്ചൊക്കെ നമ്മൾ മറന്നുപോയി. ഈ ദുനിയാവിന്റെ ചുറ്റുപാടുകൾ മാത്രം പെട്ടുപോകുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകാതെ അതാണ് ദുനിയാവിനെ വഞ്ചിക്കരുത് എന്ന് ശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റസൂൽ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഏത് നിമിഷവും സംഭവിക്കാവുന്ന തന്റെ മരണത്തെ കുറിച്ച് ധാരാളമായി ഓർക്കുക എന്നത് വലിയ ഒരു കാര്യമാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്, ചെറിയ കാര്യമല്ല. വളരെ വലിയ ഒരു കാര്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ പ്രവാചകനും ആ കാര്യം പഠിപ്പിച്ചു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസത്തിന് ഒരിക്കലും പാടില്ലാത്തതുമായ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് മാത്രമല്ല, ധാരാളമായി തങ്ങളുടെ മരണത്തെ കുറിച്ച് വിശ്വാസികളായ ആളുകൾ അത് ഓർമ്മിക്കണമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരിക്കലും ഓർമ്മിച്ചു. അത്യാവശ്യം അറിവ് ഭാഷ കേൾക്കുകയും പഠിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ധാരാളമായി മുഴുവൻ സുഖങ്ങളെയും ഐശ്വര്യങ്ങളെയും ആസ്വാദനങ്ങളെയും മുറിച്ച് കളയുന്ന മരണത്തെ കുറിച്ച് നിങ്ങൾ ധാരാളമായി ഓർക്കണമെന്ന്
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ ആസ്വാദനങ്ങളെയും കുടുംബത്തിലൊരു കല്യാണം, നാട് നഗരവും ഒരു വലിയ കല്യാണം തീരുമാനിച്ച് മുഴുവൻ ബന്ധുക്കളെയും വിളിച്ച് ക്ഷണിച്ച് എല്ലാ സൗകര്യങ്ങളോടുകൂടി ലോകവും നാടുകളിൽ കരുതൽ എല്ലാ സൗകര്യങ്ങൾക്കുമായി തയ്യാറെടുപ്പുകളുമായി ആ കുടുംബത്തിലെ വേണ്ടപ്പെട്ട ആളുകൾ മരണപ്പെട്ടാൽ പിന്നെ കല്യാണത്തിന് എന്താ ആഘോഷമാണ് അല്ലേ? അതല്ലെങ്കിൽ റമളാൻ ആ പെരുന്നാളിൻ്റെതായ സന്തോഷങ്ങളെ ഇല്ലാതെയായാൽ മായ്ച്ചു കളയാൻ അതിന്റെ ആ ഒരു വേണ്ട ഏതെങ്കിലും ഒരാൾ മരണപ്പെട്ടാൽ കഴിഞ്ഞില്ലേ പെരുന്നാളിന്റെ ആഘോഷങ്ങൾ മുഴുവൻ. ആരവകൾ മുഴുവൻ എത്രയെത്ര വാർത്തകളാണ് വിദേശത്ത് വർഷങ്ങളോളം അവധിയെടുക്കാനായി ദിവസങ്ങളും മാസങ്ങളും തന്റെ ബന്ധുക്കൾക്ക് മാതാപിതാക്കൾക്ക് മക്കൾക്ക് ആവശ്യപ്പെട്ട മുഴുവൻ സാധന സാമഗ്രികൾ എയർപോർട്ടിലേക്ക് വരാതിരിക്കുമ്പോ വാർത്തകളാണ്. നാളെ വിദേശത്ത് നിന്ന് സ്വദേശത്തേക്ക് പോകാനാളികളെ പ്രവാസി മലയാളി മരണപ്പെടും. കല്യാണം കഴിഞ്ഞ ആളുകൾ അതിൽ കല്യാണം കഴിക്കാൻ വേണ്ടി നാട്ടിലേക്ക് വരാനാകുന്ന ആളുകൾ ഇങ്ങനെ വാർത്തകളാണ് നിരന്തരമായി പത്രത്തിന്റെ ഒരു ദിവസത്തെ ചലനം ഓരോ ദിവസവും കടന്നു പോകുന്നത് എന്ന് ഞാനും ശരിക്കും ആലോചിക്കണം. അതുകൊണ്ട് തന്നെ എല്ലാ ആസ്വാദനങ്ങളെയും എല്ലാ ആഘോഷങ്ങളെയും എല്ലാ ആരവങ്ങളെയും ഇല്ലാതെയായി തീർക്കുന്ന ആ മരണത്തെ കുറിച്ച് നിങ്ങൾ ധാരാളമായി ഓർക്കണമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവിലെ ഏത് ആഘോഷങ്ങളും ഏത് സന്തോഷങ്ങളും തല്ലിക്കെടുക്കാൻ ഒറ്റ ആളുടെ മരണം മതി. അതോടുകൂടി എല്ലാം അവസാനിക്കും. എല്ലാ ആഘോഷങ്ങളും ആരവങ്ങളും സന്തോഷങ്ങളും അതോടുകൂടി. അതുകൊണ്ട് നിങ്ങൾ അതിനെ കുറിച്ച് ധാരാളമായി ഓർക്കണമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും മറ്റുള്ളവർ മരിക്കുന്ന വിവരം അറിഞ്ഞാൽ നമ്മൾ പോകാറുണ്ട്, കാണാറുണ്ട്, സന്ദർശിക്കാറുണ്ട്, മരണാനന്തര ചടങ്ങുകളിൽ ഏർപ്പെടാറുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ ഈ കാര്യം ശരി എപ്പോഴും ആത്മാർത്ഥമായി സ്വസ്ഥമായി നമ്മൾ മരിക്കുന്ന രംഗത്തെ കുറിച്ച് നമ്മുടെ മരണത്തെ കുറിച്ച് എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ എവിടെ വെച്ചായിരിക്കും എന്റെ മരണം? ഞാൻ മരണപ്പെടുമ്പോ എന്റെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മയ്യത്ത് കുളിച്ച് തയ്യാറാക്കി ഞാൻ ആ മരിച്ചു കിടക്കുന്ന രംഗത്തെ കുറിച്ച് 3 കഷ്ണം വെള്ള തുണിയിൽ എന്നെ കുളിച്ച് കഫൻ ചെയ്ത് ഒതുങ്ങി ആളുകൾക്ക് കാണാവുന്ന പരുവത്തിൽ എന്റെ വീട്ടിൽ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ എന്റെ വീടിന്റെ വിശാലമായ ആളുകൾ ഒരു വശവശകൂടെ കൂടെ രണ്ട് മറുവശവശകൂടെ തിരിഞ്ഞു പോകാൻ കഴിയുന്ന രൂപത്തിലുള്ള സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് എന്നെ വെള്ളയിൽ പുതച്ചിങ്ങനെ എന്നിങ്ങനെ എന്റെ മുഖം തുറന്നു വെച്ച് ആളുകൾക്ക് കാണാവുന്ന തരത്തിൽ എന്നെ ഒരുക്കി നിർത്തുന്ന രംഗത്തെ കുറിച്ച് ഒരിക്കലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഒരാഴ്ചകാലത്തെ എന്റെ ബന്ധങ്ങൾ കൊണ്ട് എന്റെ പരിചയങ്ങൾ കൊണ്ട് എന്നെ അറിയാവുന്നവർ, ഞാൻ അറിയാവുന്നവർ, എന്റെ മരണത്തിന്റെ വിയോഗത്തിൽ സങ്കടവും വിഷമവുമുള്ള ആളുകൾ അഷ്ടദിക്കുകളിൽ നിന്നായി എന്റെ വീടുകളിലേക്ക് എന്റെ മയ്യത്ത് കാണാനായി വരുന്നവർ
ഒരു തിരക്കുമില്ലാതെ യാതൊരു ബേജാറുമില്ലാതെ ഓട്ടമില്ല, പാച്ചിലില്ല, തിരക്കില്ല, ബിസിയില്ല, ഒന്നുമില്ലാത്തവനായി, ഒരു തിരക്കുമില്ലാത്തവനായി ഞാൻ അങ്ങനെ കുളിച്ച് ഒരുങ്ങി നല്ല സുഖം പൂശി എല്ലാവർക്കും നോക്കി നിൽക്കാൻ കഴിയുന്ന രൂപത്തിൽ ഞാനങ്ങനെ അടങ്ങി ഒതുങ്ങി അവിടെ കിടന്നു കൊടുക്കാൻ. ഒരവസാനത്തെ നോക്ക് കാണാനായി അഷ്ടദിക്കുകളിലായി എന്നെ അറിയുന്നവർ, ഞാൻ അറിയുന്നവർ, ബന്ധപ്പെട്ടവർ എന്നെ കാണാനായി എന്റെ വീട്ടിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച എപ്പോഴെങ്കിലും പ്രിയപ്പെട്ടവരെ നമുക്ക് വരാനില്ല അവസ്ഥ. അങ്ങനത്തെ ഒരു സന്ദർഭത്തിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകാനുള്ളവരല്ലേ. ഈ തിരക്കുകളൊക്കെ ഒഴിയില്ലേ, അവസാനിക്കില്ലേ നമ്മുടെ എല്ലാ തിരക്കുകളും. വിശ്വാസികളെ ഈ മരണത്തെക്കുറിച്ചും ആ മരണാനന്തര ജീവിതത്തിന്, ആ മരണത്തോടുകൂടി ആരംഭിക്കുന്ന മരണാനന്തര ജീവിതത്തെക്കുറിച്ചും അശ്രദ്ധയിലല്ലേ പലപ്പോഴും ഞാനും ഉൾപ്പെടെയുള്ളവരാളുകൾ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, മനുഷ്യരുടെ ദുനിയാവിന് ശേഷം വരാനുള്ള മരണത്തോടുകൂടി ആരംഭിക്കുന്ന മരണാനന്തര ജീവിതത്തെക്കുറിച്ച്, ബർസഖിനെക്കുറിച്ച്, ആ ബർസഖിൽ എന്തിനാണ് അല്ലാഹു ഒരു ആയുഷ്കാലത്തെ ജീവിതത്തിൽ കൊടുത്തത് എന്നതിനുള്ള അല്ലാഹുവിന്റെ വിചാരണ ഉൾപ്പെടെയുള്ള രംഗങ്ങൾ കുറിച്ച് മനുഷ്യർ അശ്രദ്ധയിലാണ്. ഖുർആൻ ആ കാര്യം പറഞ്ഞാൽ അതാകെ മനുഷ്യരുമായി വളരെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. എന്നാലും മനുഷ്യരെ സംബന്ധിച്ച് ശ്രദ്ധയില്ലാത്തവരാണ്. اقترب للناس حسابهم وهم في غفلة معرضون ما يأتيهم من ذكر من ربهم محدث إلا استمعوه وهم يلعبون. اقترب للناس حسابهم, മനുഷ്യർക്ക് അവരുടെ വിചാരണ ആസന്നമായിരിക്കുന്നു എന്നാൽ തൊട്ടടുത്തെത്തിയിട്ടുണ്ട്. വിചാരണ തൊട്ടടുത്തെത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മരണം അതിനേക്കാൾ അടുത്തായിരിക്കും. മരണം കഴിഞ്ഞ് ബർസഖിയായ ജീവിതം കഴിഞ്ഞ് അവിടുന്ന് കാഹളമൂതുമ്പോ നമ്മളെല്ലാവരും എഴുന്നേൽപ്പിക്കപ്പെട്ട് അവിടുന്ന് മഹ്ശറിൽ വിചാരണ ഓരോരുത്തർക്കും അവരുടെ വിചാരണ തൊട്ടടുത്ത് എത്തി നിൽക്കുന്നുണ്ട് എന്നാണ് ജനങ്ങൾക്ക് അവരുടെ വിചാരണ തൊട്ടടുത്ത് വന്ന് എത്തി നിൽക്കുകയാണ്. പക്ഷേ പക്ഷെ അവരവരെ സംബന്ധിച്ച് അശ്രദ്ധരായി, ശ്രദ്ധയില്ലാത്തവരായി തിരിഞ്ഞു കളയാണ്. തിരിഞ്ഞു കളഞ്ഞിട്ട് ആ വിചാരണയെക്കുറിച്ചോ മരണത്തെക്കുറിച്ചോ മരണാനന്തര ജീവിതത്തെക്കുറിച്ചോ അവിടുത്തെ രക്ഷാശിക്ഷകളെ കുറിച്ചുള്ള ശ്രദ്ധയോ ചിന്തയോ ഇല്ലാതെ അവരതിൽ നിന്ന് മറഞ്ഞു കളഞ്ഞവരായി മറന്നവരായി കൊണ്ട് അശ്രദ്ധരായി തിരിഞ്ഞു കളഞ്ഞു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. ശരി, മറന്നുപോയി, ശരി, ശ്രദ്ധയില്ലാത്തവരായി എന്നാൽ അവരെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് അവരെ ഓർമ്മിക്കാനായി റബ്ബിന്റെ ഭാഗത്ത് നിന്ന് എന്തൊരു വന്നാലും ശരി, അവർ കളിയാക്കുന്നവരായി കൊണ്ട് മാത്രമേ അവരെ കേൾക്കുള്ളൂ. ഇത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, ഞങ്ങളുടെ വിജയത്തിന് വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് അനുകൂലമായി ചിന്തിച്ച് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി ജീവിതത്തെ ശരിയാക്കി ജീവിത ലക്ഷ്യത്തിന് വേണ്ടി സഞ്ചരിക്കാൻ ശ്രമിക്കേണ്ടതിന് പകരം മനുഷ്യൻ അതിനെ കളിയറിയാണ്, അതിനെ തമാശയായി മനുഷ്യൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കാൻ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും നമ്മെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മരണത്തെക്കുറിച്ച് ഓർമ്മിക്കാത്തതായി ഒരു സെക്കൻഡ് പോലും നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുകയാണ്. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ഇടപെടുന്ന ഓരോ സെക്കൻഡുകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഓർമ്മിപ്പിക്കുന്നത് തന്റെ മരണത്തെക്കുറിച്ചാണ്.
ഞാൻ ഉദാഹരണം നമ്മള് വാഹനത്തിലായിരിക്കും മിക്ക ആളുകളും പള്ളിയിലേക്ക് കടന്നു വന്നുകൊണ്ടാവുക അല്ലേ? അത് ഇരുചക്ര വാഹനമാകട്ടെ, ഒരു ബൈക്കാകട്ടെ, സ്കൂട്ടിയാകട്ടെ, അതല്ലെങ്കിൽ കാറാകട്ടെ. ഇനി വേണ്ട മറ്റൊരാളുടെ വാഹനത്തിൽ കയറിയിട്ടായിരിക്കും നമ്മൾ ഓട്ടോറിക്ഷ, ബസ്സാവട്ടെ, ഏത് വാഹനമാകട്ടെ ആ വാഹനത്തിൽ കയറുന്ന പ്രാർത്ഥനയെ കുറിച്ച് എപ്പോഴെങ്കിലും ഞാൻ നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? പ്രാർത്ഥിക്കാറുണ്ട്, ശരിയാ. പക്ഷെ എപ്പോഴെങ്കിലും ആ വാഹനത്തിൽ കയറുന്ന പ്രാർത്ഥനയെ പറ്റി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ ശരിക്കും ചിന്തിക്കാൻ വർഷങ്ങൾക്ക് മുമ്പാണ് എറണാകുളം കൊച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 5-8 വർഷങ്ങൾക്ക് മുമ്പ് വെള്ളിയാഴ്ച തൊട്ട് മുമ്പുള്ള സമയം ഒരു സുഹൃത്ത് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായി ജുമാന്റെ തൊട്ട് മുമ്പായതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട സമയമായതുകൊണ്ട് സമയം. പക്ഷെ നിരന്തരമായി നിരന്തരമായി വിളിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ എന്തൊരു അത്യാവശ്യമായി മനസ്സിലാക്കിയപ്പോ ഒറ്റ വാട്സപ്പിൽ ഒരു ഫോട്ടോ ഉണ്ട്, ആളെ അറിയില്ലെങ്കിൽ പെട്ടെന്ന് തിരിച്ചു വിളിക്കും. അങ്ങനെ ഫോൺ കണക്ട് ചെയ്ത് വാട്സപ്പ് തുറന്നു നോക്കുമ്പോ ഏറെ പരിചയമുള്ള നമ്മുടെ ചെറുപ്പക്കാരന്റെ സുഹൃത്ത്, ടാക്സി ഡ്രൈവർ. അദ്ദേഹത്തിന്റെ കാറിൽ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് കണ്ണുമടച്ച് ഇങ്ങനെ കിടക്കുന്നത് പോലെയുള്ള ഒരു ഫോട്ടോ ആണ്. പെട്ടെന്ന് തിരിച്ചു വിളിച്ചു, അറിയാം വളരെ പ്രധാനപ്പെട്ട സുഹൃത്താണ്, നല്ല പരിചയമുള്ള ആളാണ്, സ്ഥലത്താണ്. ഇന്ന സ്ഥലത്ത് എറണാകുളം ജില്ലയിലെ ഇന്ന സ്ഥലത്ത് അദ്ദേഹം പോയി ആ ചൂട് സമയത്ത് റോഡ് സൈഡിൽ സീറ്റ് ബെൽറ്റ് AC കുറച്ചു നേരം അവിടെ കിടന്നാണ്. ആ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ട ആളുകൾ വേണ്ടിയിട്ടാണ്. സത്യത്തിൽ അന്നാണ് ഞാൻ വർഷങ്ങളായി വാഹനത്തിൽ കയറുമ്പോഴുള്ള നമ്മുടെ പ്രാർത്ഥനയുടെ ശരിക്കുള്ള അകമ്പൊടിയെ കുറിച്ച് ശരിക്കും ഞാൻ ആലോചിക്കുന്നത്. ആ വാഹനത്തിൽ നമ്മൾ കയറുമ്പോൾ അതിന്റെ സീറ്റ് ബെൽറ്റ് നമ്മൾ ഹോൾഡ് ചെയ്യും അല്ലേ? വേറെ ഏതോ വാഹനത്തിൽ നമ്മൾ കയറുമ്പോൾ യാത്രക്കാരായി നമ്മളോട് പറഞ്ഞില്ലേ വാഹനത്തിൽ കയറുമ്പോൾ പ്രാർത്ഥിക്കണം. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ, ഈ വാഹനത്തെ ഞങ്ങൾക്ക് വിധേയമായി തന്ന, കീഴ്പ്പെടുത്തി തന്ന നീ പരമപരിശുദ്ധനാണ്. ഞങ്ങൾ അതിനുള്ള കേൾപ്പുള്ളവരല്ല. ഈ വാഹനത്തിൽ 4 ടയറുകളുണ്ട്, കറങ്ങാൻ അതിനാവശ്യമായി എഞ്ചിനുണ്ട്, മറ്റു സാധന സാമഗ്രികളും സംവിധാനങ്ങളും ഉണ്ട്. കമ്പനി അതിന് 5 സ്റ്റാർ സെക്യൂരിറ്റി പറയുന്നുണ്ട്. പക്ഷേ ഈ വാഹനത്തെ ഞങ്ങൾ കീഴ്പ്പെടുത്തി തന്ന, വിധേയമായി തന്ന നീ പരമപരിശുദ്ധനാണ്. ഒരിക്കലും ഞങ്ങൾക്കതിനുള്ള ശേഷിയില്ല, ഞങ്ങൾക്കതിനുള്ള പാടിയില്ല. തീർച്ചയായും ഞങ്ങളുടെ രക്ഷിതാവിലേക്ക്, ഞങ്ങളുടെ റബ്ബിലേക്ക് ഞങ്ങൾ തിരിച്ചു ചെല്ലാനുള്ളവരാണ്, മടങ്ങി ചെല്ലാനുള്ളവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രാർത്ഥനയിലൂടെ നമ്മെ ഓർമ്മിപ്പിച്ചതിനാ സഹോദരങ്ങളെ. ഇനി വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ മാത്രമാണോ ഇതുപോലെയുള്ള കാര്യങ്ങൾ? അല്ല, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആ മനുഷ്യന്റെ ജീവിതം ആരംഭിക്കുന്ന നിമിഷം മുതൽ ഒരു മനുഷ്യന്റെ ദുനിയാവിലെ ജീവിതം ആ ജീവിതത്തിന്റെ ഓരോ ദിവസവും ആരംഭിക്കുമ്പോഴാണ് അവന്റെ ഉറക്കത്തിൽ നിന്ന് അവനെ എഴുന്നേൽക്കുമ്പോഴാണ് മനുഷ്യൻ ദുനിയാവിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഓരോ ദിവസത്തെയും ജീവിതം ആരംഭിക്കുന്നത്. അങ്ങനെ ഓരോ ഭാഗത്തിലും ഒരു മനുഷ്യൻ തന്റെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ആദ്യമായി പറയുന്ന വാചകമല്ല, അവനെ കൊണ്ട് അല്ലാഹു അറിയിക്കാനായി ഹബീബായ റസൂലിലൂടെ പഠിപ്പിക്കപ്പെട്ട ചര്യയിൽ പഠിപ്പിക്കപ്പെട്ട വാചകമല്ല.
അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ. മരണത്തിന് ശേഷം ഞങ്ങളെ മരിച്ചതിനു ശേഷം ഞങ്ങളെ ജീവിപ്പിച്ചവനായ അല്ലാഹുവേ നിനക്കാണ് സർവ്വസ്തുതിയും. അവന്റെ അടുക്കലേക്കാണ് ഞങ്ങളുടെ മടക്കമെന്ന് മടങ്ങി ചെല്ലാനുള്ളത്. ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ഓരോരുത്തരുടെയും റബ്ബ് സുബ്ഹാനഹു വ തആല ഏറ്റെടുക്കുകയും തൊട്ടടുത്ത ദിവസം വീണ്ടും രാവിലെ പ്രഭാതമാകുമ്പോ നമുക്ക് ഹയാത്ത് നൽകാൻ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓരോരുത്തരും തിരിച്ചു നൽകപ്പെടുമ്പോഴാണ് വീണ്ടും നമ്മുടെ ജീവനുള്ളവരായ എഴുന്നേറ്റ് വരുന്നത്. അതല്ല, ആ ഓളത്തിൽ തന്നെ അല്ലാഹു പിടിച്ചു വെക്കുകയാണെങ്കിൽ അല്ലാഹു നേരെ പിടിച്ചു വെച്ചു. എന്നിട്ട് ആ ഓട്ടത്തിൽ മരിക്കാൻ അല്ലാഹു തീരുമാനിച്ചാൽ പിന്നെ ആ റൂഹ് അല്ലാഹു വിട്ടുകൊടുക്കില്ല. അതല്ല, വീണ്ടും തിരിച്ചു വരണമെന്ന് അല്ലാഹു തീരുമാനിച്ചാൽ അവന്റെ റൂഹ് അല്ലാഹു കൊടുക്കും. നിശ്ചയിക്കപ്പെട്ട നിർണയിക്കപ്പെട്ട തീരുമാനിക്കപ്പെട്ട ഒരു അവധി വരെ ഈ പ്രോസസ് നടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് എഴുന്നേൽക്കുമ്പോ നമ്മൾ ഓരോരുത്തരും ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ്. ശരി, ഒരു ദിവസം ഒരു മനുഷ്യന്റെ ശരാശരി ഒരു മനുഷ്യന്റെ ജീവിതം ഒരു ദിവസം അവസാനിക്കുന്നതാണ്. അവന്റെ ചുറ്റുപാടുകളും ജോലികളും അവസാനിച്ച് ആ പകൽ അവസാനിച്ച് വിശ്വസിക്കാൻ ഇതേ രീതിയിലേക്ക് മനുഷ്യൻ മടങ്ങിച്ചില്ല. ആ മടങ്ങിച്ചെല്ലുന്ന ആളോട് അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്താണ്. നിങ്ങൾ വീട്ടിലേക്ക് ചെന്നാൽ ആ വിരിവിന്റെ ഉൾഭാഗം എടുത്ത് കൊടയണം. കാരണം രാവിലെ എഴുന്നേറ്റ് പോയതിനു ശേഷം നീണ്ട സമയമാണ് അത് വെളുക്കുന്നത്. അതുകൊണ്ട് കുളഞ്ഞ് വൃത്തിയാക്കി വിരിച്ച് രണ്ടാമത് വിരിക്കുക. അതിന്റെ പുറകിൽ എന്താണ് ഉള്ളത് എന്ന് ഒരു വേള അറിഞ്ഞുകൊള്ളുന്നില്ല. എത്ര പ്രശസ്തമായ ചിന്തനീയമായ വചനങ്ങളാണ്. എന്നിട്ട് അല്ലാഹു റസൂൽ പറഞ്ഞു, പിന്നെ ആ വിരിപ്പിലേക്ക് കിടക്കുമ്പോ വലതുവശം ചെരിഞ്ഞു കിടക്കുമ്പോ പ്രാർത്ഥന, ഒരു ദിക്ർ പറയാം. نفسي فرحها وإن أرسلتها فاحفظها بما تحفظ به عبادة الصالحين. بسمك ربي إن ربي نند നാമത്തിൽ വലഅതു ജംബി ഞാൻ എൻ്റെ പാർശ്വവിതാ വെച്ചിരിക്കുന്നു. വബിക അർഫഉഹു ഈ ബൈബലിന്റെ നാമത്തിൽ തന്നെയാണ് ഒരു വേള ഞാൻ ഈ ശരീരത്തെ ഈ പാർശ്വത്തെ ഞാൻ ഉയർത്തുക. ഞാൻ ഈ വലിച്ച വ്യക്തി എന്റെ റൂഹിനെ സ്വീകരിച്ചാൽ നീ എടുത്താൽ അതിനോട് നീ കാണിക്കണേ, കാരുണ്യം കാണിക്കണേ, അതിന് നീ കൊടുക്കണേ. അതല്ല തിരിച്ചു ഈ വിരിപ്പിൽ നിന്ന് ഞാനായിട്ട് സജ്ജനങ്ങളുടെ നല്ലവരായ അടിമകളെ നീ സംരക്ഷിക്കുന്നത് പോലെ പാപങ്ങളില്ലാതെ തെറ്റുകളില്ലാതെ വഴികേടായി പോകാതെ നീ സംരക്ഷണം നൽകുന്നത് പോലെ എനിക്കും നീ സംരക്ഷണം നൽകണേ.
എന്റെ നഫ്സിലും നീ സംരക്ഷണം ഒടുങ്ങില്ല എന്ന് അള്ളാഹുവോട് പ്രാർത്ഥിക്കണമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, ഉറങ്ങിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴും ഉറങ്ങാൻ പോകുമ്പോഴും ഇതാണല്ലോ ഒരു മനുഷ്യന്റെ ഒരു ദിവസത്തിന്റെ തുടക്കവും ഒടുക്കവും. രണ്ടു നേരത്തും നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഘടകങ്ങളാണ്. ജീവിതത്തെ കുറിച്ചല്ല, ജീവിതം ഒരു ദിവസം ആരംഭിക്കുമ്പോഴും ജീവിതത്തെ കുറിച്ചല്ല, ഉറങ്ങാൻ പോകുമ്പോൾ ജീവിതത്തെ കുറിച്ചല്ല, മരണത്തെ കുറിച്ചാണ് ഓർമ്മിപ്പിക്കുന്നത്. നമ്മൾ നമസ്കരിച്ചിട്ടാണല്ലോ ഒരു ജമാഅത്ത് കഴിഞ്ഞിട്ടാണ് ഈ ദീനി മജ്‌ലിസിൽ ഇരിക്കുന്നത്. അല്ലാഹു നമ്മുടെ മജ്‌ലിസിനെ കബൂൽ ചെയ്യുമാറാവട്ടെ. നമസ്കാരത്തെ പറഞ്ഞ അല്ലാഹു റസൂൽ ഇദാ സല്ല അഹദുക്കും നിങ്ങൾ നമസ്കാരത്തിലേക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമസ്കരിച്ചാൽ കഴിഞ്ഞോളമില്ല, നിങ്ങൾക്ക് നല്ല ഒരു വേളയിൽ നമ്മുടെ അവസാനത്തെ ലുഹറായിരിക്കണം ചിലപ്പോൾ നമ്മൾ നമസ്കരിച്ചിട്ടുണ്ടാവുക, നമുക്കറിയാൻ കഴിയില്ല. അല്ലാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് ചെയ്യുമാറാവട്ടെ. നമ്മുടെ കയ്യിലൊന്നുമില്ല, പക്ഷേ എപ്പോൾ വേണമെങ്കിലും നമുക്ക് സംഭവിച്ചേക്കാവുന്ന മരണത്തെക്കുറിച്ച് നിരന്തരമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഓരോ ചുറ്റുപാട് നിസ്കരിക്കുമ്പോ വിടവാങ്ങുന്നവനെ, യാത്ര പറയുന്നവനെ, യാത്ര ചോദിക്കുന്നവന്റെ നമസ്കാരം ആസ്വദിക്കണം. പരമാവധി ഖുശൂഅോടെ, പരമാവധി ഭക്തിയോടെ, പരമാവധി ശ്രദ്ധയോടെ, അതീവ താല്പര്യത്തോടെ നമ്മോട് പറയുകയാണ് ഇല്ല, ഇനി അധികം നാൾ ഈ ദുനിയാവിലില്ല, ആയുഷ് എണ്ണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, ഏതാനും ദിനങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് എന്ന് ഒരു പ്രശസ്തനായ നമ്മെ ചികിത്സിക്കുന്ന വിശ്വസ്തനായ വിശ്വസനോട് പറഞ്ഞാൽ പിന്നെയുള്ള ഓരോ ദിവസങ്ങളിലും നമ്മുടെ ആരാധനകൾ എത്രമാത്രം സംശയമായി, എത്രത്തോളം സൂക്ഷ്മതയോടെ ജാഗ്രതയോടെയാണ് നമ്മൾ ഓരോ നമസ്കരിക്കുന്നത്. നമ്മുടെ നമസ്കാരത്തിൽ പൽപ്പി കിടന്നു നമ്മുടെ നമസ്കാരത്തിന് സമയമാകാൻ നമ്മൾ കാത്തിരിക്കും. അതിനായി ഒരു തയ്യാറായ നന്മകളുടെ അവസരങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ ശ്രമിക്കും മനുഷ്യൻ. അത് മനുഷ്യന്റെ പ്രത്യേകതയാണ്. പറഞ്ഞിട്ടില്ലേ, ഇതാ അത്തരം ആളുകൾക്ക് മരണം ആസന്നമാകുമ്പോ ഒരാഴ്ചക്കാലം ജീവിക്കാൻ സൗഭാഗ്യം കൊടുത്ത് ആ മരണം ആ മനുഷ്യർ പറയുന്നതാണ് അല്ലാഹുവേ നീ മടങ്ങുമോ, ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുമോ, ചെയ്യാതെ ഒഴിവാക്കിയ എല്ലാം നമ്മൾ ചെയ്തോളാം. പക്ഷെ കുറച്ച് സമയം നമുക്ക് ആയുസ് തന്നാൽ മതി. അത് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം 60 വർഷം ജീവിക്കാൻ അവസരം കൊടുത്തവരാണ് ഈ പറയുന്നത്. 60 വയസ്സ് ഇവർ ജീവിക്കാനുള്ള അവസരം കൊടുത്തവരാണ് ഈ പറയുന്നത്. ഞാൻ എന്തൊക്കെയാണോ 60 കൊല്ലം കൊണ്ട് ചെയ്യാതെ പോയത്, എന്തൊക്കെയാണോ ഞാൻ മുടക്കം അതൊക്കെ ഞാൻ ചെയ്തോളാം, എനിക്കൊന്ന് ആയുസ് തന്നാൽ മതി, കുറച്ച് തന്നാൽ മതി. ആരെ പറഞ്ഞു ഇത്രയും വർഷങ്ങൾ കിട്ടിയ മനുഷ്യൻ. അതുകൊണ്ട് അല്ലാഹു
ഒരിക്കലല്ല. അത് പറയുന്നവൻ ചെയ്യാൻ ഉദ്ദേശിച്ചില്ലെങ്കിൽ ഈ പറഞ്ഞത് സത്യസന്ധമാണെങ്കിൽ അത് ചെയ്യാൻ ഇഷ്ടംപോലെ സമയം ജീവിതത്തിൽ നടക്കുന്നത് അന്ന് ചെയ്തിട്ടില്ല. അല്ലാഹു അതുകൊണ്ട് സഹോദരങ്ങളെ ആ മരണത്തെക്കുറിച്ച് നന്നായി ഏത് സെക്കൻഡിലും നമ്മിലേക്ക് മരണം എന്നുകൊണ്ടേയിരിക്കും അല്ലേ. നമുക്ക് ചിലപ്പോൾ തോന്നുന്നു നമ്മുടെ ശരീരം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ പ്രായം, മരണം ഇല്ല അടുത്തൊന്നും ഉണ്ടാവില്ല, ഇനി കുറെ ഉണ്ട് എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോയി. ഇല്ല സഹോദരങ്ങളെ, നിശ്ചയിക്കപ്പെട്ട സമയമയം അവധിയും നമ്മളെ കാത്തിരിക്കുന്നുണ്ട് നമ്മുടെ അവസരത്തിന് വേണ്ടി, നമ്മുടെ സമയത്തിന് വേണ്ടി. പക്ഷെ നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. എപ്പോ വേണമെങ്കിലും സംഭവിക്കാം, എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാം, എവിടെ വേണമെങ്കിലും സംഭവിക്കാം. എവിടെ വെച്ചാണോ നിശ്ചയിച്ചത് ആ സ്ഥലത്തേക്ക് അല്ലാഹു മനുഷ്യന്റെ മരണം ഏത് ഭൂമിയിലോ എവിടെ വെച്ചിട്ടാണ് സംഭവിച്ചത് അവിടേക്ക് അല്ലാഹു എത്തിക്കാൻ അയാൾക്കുള്ള കാരണം നിശ്ചയിച്ചു. ഒരു കാരണം, ആ കാരണത്തിന്റെ പേരിൽ നമ്മൾ ആ ഭൂമിയിൽ എത്ര ആൾക്കാരെന്ന് പറയോ നാട്ടിൽ നിന്ന് കാലങ്ങളോളമായി നാടുകാട് പുറത്തു പോകുന്ന മനുഷ്യന്മാര് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കിയിട്ട് അല്ലാഹു അവരെ ആ വിദേശത്തേക്കോ ആ നാട്ടിലേക്കോ എവിടെയെങ്കിലും എന്നിട്ട് കാണാൻ അവിടെ വെച്ചിട്ട് സത്യമാണ്. ഒരുത്തന് മരണം അല്ലാഹു എവിടെ വെച്ച് വിധിച്ചോ അവിടത്തേക്ക് അല്ലാഹു ഒരു കാരണം ഉണ്ടാക്കാനോ എപ്പോഴാണോ സമയം വെച്ചത് ആ സമയമയം കറക്റ്റ് സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല മതിച്ചിരിക്കുന്നു. അത് റബ്ബ് പറഞ്ഞ അല്ലാഹുവിന്റെ ജീവിതത്തിൽ നടന്നതിന്റെ വ്യവസ്ഥയാണ് മരണം. അതുകൊണ്ട് കടങ്ങളെല്ലാം വീട്ടി, ബാധ്യതകളെല്ലാം വീട്ടിവെച്ച്, എല്ലാ പണക്കടങ്ങളും അവസാനിച്ച്, മനുഷ്യനെ നല്ല ചെയ്തു പോയ സകല പാപങ്ങളും റബ്ബിനോട് ആത്മാർത്ഥമായി പറഞ്ഞ് കഴിയാവുന്ന എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്ത് മരണത്തിന് മുമ്പിൽ ഒരു നല്ല കുട്ടിയെ പോലെ അണിഞ്ഞൊരുങ്ങി സ്കൂളിലേക്ക് പോകാൻ പോലെ മരണത്തിന് മുമ്പിൽ എല്ലാ ബാധ്യതകളും അവസാനിപ്പിച്ച് സദാസന്നദ്ധരായി ഒരുങ്ങിയിരിക്കേണ്ടവനാണ് ഒരു വിശ്വാസം. മരണത്തോടുകൂടി നമ്മൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ മരണത്തോട് നമ്മൾ ഒറ്റപ്പെടുകയാണ്. പിന്നെ നമ്മുടെ കൂട്ടിന് പിന്നെ ആരുമില്ല. നമ്മൾ മരണമാകുന്ന ഓരോരുത്തരും എല്ലാവരും ഖബർ വരെ ഈ ദുനിയാവിലെ മുഴുവൻ ആളുകളും സൗകര്യങ്ങളും സംസ്കാരങ്ങളും ഉണ്ടാവും. ഖബറോടുകൂടി അങ്ങനെ അല്ലാഹു ഈ ദുനിയാവിലെ കൊണ്ടുപോകുക. അല്ലാഹു മരണത്തോടുകൂടി ഖബറോടുകൂടി മരണം കഴിഞ്ഞാൽ ഖബർ വരെ എല്ലാവരും ഉണ്ടാവും. ഖബർ കിടക്കുന്നതോടുകൂടി എല്ലാം അവസാനിച്ചു. അതുകൊണ്ട് അവർ ആ കാര്യം അത് നിങ്ങളെ അശ്രദ്ധയിലായിരിക്കുന്നു, നിങ്ങൾ ശ്രദ്ധ തെറ്റിച്ചിരിക്കുന്നു. ഖബറുകൾ സന്ദർശിക്കുന്നതുവരെ മാത്രമേ നിങ്ങൾ പൊന്നച്ചെന്നടികളെ, നിങ്ങളുടെ കുടുംബങ്ങളിലെ നിങ്ങളുടെ കണക്ക് പറയലേ, നിങ്ങളുടെ സംഖ്യകൾ ഒരുപെടലേ, ഈ ദുനിയാവിലെ എല്ലാ പൊന്നച്ചങ്ങളും എല്ലാ ആഡംബരങ്ങളും എല്ലാ തരത്തിലുമുള്ള ഈ ദുനിയാവിലെ സകലമായ സംസ്കാരങ്ങളും നിങ്ങൾ മരിക്കുന്നത് വരെ നിങ്ങളെ ഖബറിലേക്ക് ഇറക്കി വെക്കുന്നത് വരെ മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾ അറിയൂ,
പിന്നെയാണ് നിങ്ങൾ ശരിക്കുമുള്ള അറിവ് നിങ്ങൾ അറിയാൻ കിടക്കുന്നത് ആ ഖബർ മുതലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു മയ്യിത്തിനെ 3 കാര്യങ്ങളാണ് ഒരു മയ്യിത്തിനെ പിന്തുടർന്നുകൊണ്ട് ചെല്ലുക. ഓരോ മയ്യിത്തിന്റെ കൂടെയും മയ്യിത്തിനെയും 3 കാര്യങ്ങൾ പിന്തുടർന്നുകൊണ്ട് ചെല്ലുക. എല്ലാ നമ്മുടെ നാട്ടിൽ മരിക്കപ്പെടുന്ന മുഴുവൻ മയ്യിത്തുകളെ ചോദിച്ചാൽ മതി. 3 ആ മയ്യിത്തിന്റെ കൂടെ ചെന്നിട്ട് അതിൽ 2 എണ്ണം തിരിച്ചു പോരും. നാട്ടുകാര് പോകും, വീട്ടുകാര് പോകും, അയാളുടെ സമ്പത്തൊക്കെ തിരിച്ചു പോരും. അയാളുടെ കാറ്, അയാളുടെ മറ്റുള്ള സംവിധാനങ്ങൾ, അയാളുടെ സ്റ്റാഫുകൾ, അയാളുടെ ജോലിക്കാർ, അയാളെ എത്ര വലിയ ആൾക്കാരെ അയാളുടെ മറ്റുള്ള എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും കവർ വരെ ബന്ധുക്കളുണ്ടാവും, കുടുംബക്കാരുണ്ടാവും, നാട്ടുകാരുണ്ടാവും, ജോലിക്കാരുണ്ടാവും, എല്ലാം ഉണ്ടാവും. ഏതൊക്കെ തിരിച്ചു പോരുക? അവന്റെ കുടുംബം തിരിച്ചു പോരും, അതേപോലെ തന്നെ അവന്റെ സമ്പത്തും തിരിച്ചു പോരും. ഈ ദുനിയാവ് അയാളുടെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഒരു മനുഷ്യനെ എന്തൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടോ? ഒരാൾ എന്തൊക്കെ ചെയ്ത് മുഴുവൻ അതിലെത്രത്തോളം മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള അമലുണ്ടല്ലോ അതിനനുസരിച്ചിരിക്കുവാൻ മഹാനായ ഞങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജനാസത്തിൽ പങ്കെടുക്കുമ്പോ ഒരു മയ്യിത്ത് സംസ്കരിക്കുന്ന സമയത്ത് ഫജലസ അലാ ശഫീരി ഖബ്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറിന്റെ വക്കലിൽ നിന്നുകൊണ്ട് റസൂൽ കരയുകയാണ്. റസൂലുള്ളാഹി ആരത്തുള്ള മണ്ണ് മുഴുവൻ നനഞ്ഞു കുതിരുന്നത് വരെ റസൂലുള്ളാഹി കരയുകയാണ്. എന്നിട്ടോ റസൂൽ സല്ലല്ലാഹു അലൈഹി എന്റെ സഹോദരങ്ങളെ, എന്റെ കൂട്ടുകാരെ, എന്റെ അനുചരന്മാരെ, ഇതുപോലെ 6 വെള്ളിന്റെ ആ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് സൗസത്തുകൊണ്ട് പ്രവർത്തനങ്ങൾ കൊണ്ട് എന്നിട്ട് അല്ലാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ഒരു വസിയത്ത് കൊടുക്കുകയാണ്. ദീനിന്റെ കാര്യങ്ങൾ പഠിപ്പിച്ചു എന്നാണ്. ഏത് സമയവും ധാരാളിക്കുന്ന ആ മരണത്തിന് വേണ്ടി തന്റെ കൂടെയുള്ള ആളുകളെ കണ്ണുമായി മാത്രമല്ല ഓരോ ആ മനുഷ്യനെ വെച്ചു കഴിഞ്ഞാൽ തന്റെ സൈഡിലുള്ള വാരികളെ തന്റെ 2 ഭാഗമുള്ള വാരികളിൽ കൂടിക്കൊള്ളുന്നതാണ്. അങ്ങനെ വരാനാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ തോളിൽ തട്ടിയിട്ട് എന്റെ തോളിൽ കൈവച്ചിട്ട് അവിടുന്ന് ദുനിയാ അന്നക ഗരീബുൻ ഔ ആബിറു സബീൽ. ഓ അബ്ദുല്ലാഹ്, ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ ധാരാളം ജീവിക്കാമെന്ന ചിന്തയുണ്ടാകരുത്. എന്നും ഇവിടെ തന്നെയാണ് പൊറുതി, ഇവിടെ തന്നെയാണ് താമസം, ഇത് തന്നെയാണ്
ദുനിയാവിൽ പരിചയപ്പെടാൻ ദുനിയാവിൽ പരിചയം ഒരിക്കലും എല്ലാവരും ദുനിയാവിൽ പരിചയപ്പെട്ടു പോയാൽ ആ ദുനിയാവ് നമ്മളെ മറക്കിക്കളയും. അതുകൊണ്ട് തന്നെ ദുനിയാവിൽ ഒരാവശ്യത്തിന് വേണ്ടി ഏതെങ്കിലും യാത്ര ചെയ്തു പോകുന്നവരെ യാത്രക്കാരനെ പോലെ ആവശ്യം കഴിഞ്ഞാൽ പോലെയുള്ള മാനസികാവസ്ഥയിൽ റബ്ബിൽ നിന്ന് വന്നത് തിരിച്ചുള്ളവരാണ് ഈ ദുനിയാവിൽ ജീവിക്കാൻ. അതുകൊണ്ട് തന്നെ ഇബ്നു ഉമർ പഠിച്ചത് ഇബ്നു ഉമർ മനസ്സിലാക്കിയത് ഇബ്നു ഉമർ ഇത് പഠിച്ച തന്റെ അനുചരന്മാരോട് തന്റെ സഹചാരങ്ങളോട് തന്റെ സുഹൃത്തുക്കളോട് നീ രാത്രിയായി കഴിഞ്ഞാൽ രാത്രിയിലാണ് ജീവിക്കുമെങ്കിൽ ഒരിക്കലും നീ രാവിലെ പ്രതീക്ഷിക്കേണ്ടത് രാത്രിയായോ നാളെ ആ പ്രതീക്ഷിക്കണ്ട എന്ന് പറഞ്ഞാൽ രാവിലെ ആകട്ടെ ഇപ്പൊ ചെയ്യാം എന്ന് ഒന്നും ബാക്കി വെക്കണ്ട. രാത്രിയാണ് നാളെ രാവിലെ ചെയ്യാം എന്ന് നാളെ വേണ്ടിയുള്ള ബാക്കി വെക്കരുത്. ഇപ്പൊ ചെയ്തോളണം. കാരണം നാളെ രാവിലെ ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ പ്രഭാതമായി രാവിലെ പ്രതീക്ഷിക്കണ്ട. ചെയ്യാലോ രാവിലെ ചെയ്യുന്ന രാവിലെ ചെയ്തോ അപ്പൊ ചെയ്തോ വൈകുന്നേരം വിചാരിച്ചാൽ ഉണ്ടാവില്ല. വൈകുന്നേരത്തിൽ എത്തൂല. നിന്റെ രോഗത്തിന് മുമ്പ് നിന്റെ ആരോഗ്യത്തിനെ ഉപയോഗിച്ചോ. രോഗിയായി കിടക്കുമ്പോ തളർന്നു കിടക്കുമ്പോ ആയുഷ്യം ആരോഗ്യം നൽകപ്പെട്ട കാലത്ത് പള്ളിയില്ലേ നീ കടയിലേക്ക് കച്ചവടം വരുമ്പോ വീട്ടിലുമായി അയാളാളപ്പെട്ടപ്പോ ആ മറുപടി വന്നിരുന്നവനാണെങ്കിൽ നീ എടുക്കുമ്പോഴോ ആ ഒരിക്കലും നീ ചെയ്തിട്ടുള്ളവനാണോ അതിന്റെ തക്കതായ പ്രതിഫലം നീ രോഗശൈലി കടന്നുകൊടുക്കുമ്പോഴോ രേഖപ്പെടുത്തുന്നത് അല്ലാതെ ആരോഗ്യം ചെയ്യാതെ രോഗസമയത്ത് എത്തിയിട്ട് പിന്നെ നഷ്ടപ്പെടുമ്പോ ഖേദിച്ചത് കൊണ്ട് കാര്യമില്ല. ആരോഗ്യമുള്ള ആരോഗ്യം മരണത്തിന് മുമ്പുള്ള ജീവിതം മരണത്തിന് ശേഷം ഒരാളുടെ ശരിക്കുള്ള ജീവിതത്തിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കണം. ഇമാം ദഖാഖ് റഹിമഹുല്ലാഹ് പറയുന്നത് ധാരാളമായി മരണത്തെ കുറിച്ച് ഓർക്കുകയാണെങ്കിൽ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് അയാൾ ആദരിക്കപ്പെടുമെന്നാണ്. മരണത്തെ കുറിച്ചുള്ള ചെയ്തു പോയ തെറ്റുകളിൽ നിന്ന് വേഗം പശ്ചാത്തലിച്ചു മടങ്ങാൻ അയാൾ കുടി. കാരണം എന്താ മരണത്തെ കുറിച്ച് പേടി എപ്പോ വേണമെങ്കിലും മലിക്കാമൊരാൾ ചെല്ലുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ചെയ്തു പോയ തെറ്റുകൾ അല്ലാഹു പുറത്തു കിട്ടാതെ വലിയ ബേജാറാണ്. അതുകൊണ്ട് തന്നെ ചെയ്തു പോയ തെറ്റുകൾക്ക് പശ്ചാത്തലിച്ചു മടങ്ങാൻ ഒരിക്കലും അയാൾ ആവശ്യമില്ല. വേഗം എപ്പോഴും മാറാൻ ഉദ്ദേശില്ലാത്തവരാണ്, നന്നാകാൻ താല്പര്യമില്ലാത്തവരാണ്. അല്ല ഇനിയും കുറച്ചൊക്കെ ചെയ്യാണ്ട് കഴിഞ്ഞിട്ട് അവസാനം എല്ലാം കൂടി വിളിച്ചെന്ത് ചെയ്യാ അപ്പൊ ചെയ്തു പോയതിന്റെ പാപക്കറകൾ അല്ലാഹുവോട് ആത്മാർത്ഥമായി പറയാൻ എത്രയോ അതാണ് ഉള്ളത്.
സംതൃപ്തിയോടുകൂടി ജീവിക്കാൻ കഴിയും. മരണത്തെ കുറിച്ചുള്ള ബേജാറില്ലെങ്കിൽ ദുനിയാവിനോട് വല്ല മോഹമുണ്ടാവില്ല. കിട്ടാത്തതിൽ ഭയങ്കര വിഷമവും പ്രയാസവും ഉണ്ടാവില്ല. ഉള്ളത് എത്ര കുറച്ചാണെങ്കിലും സ്വസ്ഥതയും സമാധാനവും സംതൃപ്തിയും ഉണ്ടാവുന്ന ആളുകൾ. അതേപോലെ തന്നെ ഇബാദത്തിൽ ഭയങ്കര ഉന്മേഷം നിസ്കരിക്കാൻ, വുളൂ ചെയ്യാൻ, സുന്നത്ത് റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കാൻ, തഹജ്ജുദ് നിസ്കരിക്കാൻ, തറാവീഹ് നിസ്കരിക്കാൻ, അതേപോലെ തന്നെ ഇഅ്തികാഫ് ഇരിക്കാൻ, മതത്തെക്കുറിച്ച് വിവരിക്കാൻ ആരാധനകൾക്ക് ഉന്മേഷം ഉണ്ടാവുക. പരമാവധി ആരാധനകൾ ചെയ്ത് പരമാവധി ഇബാദത്തുകൾ ചെയ്ത് കൂടുതൽ പ്രതിഫലം നേടി മരിച്ചു പോകുമ്പോൾ സന്തോഷത്തോടെ സമാധാനത്തോടെ റബ്ബിനെ കണ്ടുകൊണ്ടാൻ എന്റെ കയ്യിൽ കുറച്ച് പ്രതികളൊക്കെ ഞാൻ സമ്പാദിച്ചു വെച്ചിട്ടുണ്ടല്ലോ എന്ന മുന്നൊരുക്കത്തോടുകൂടി അത്തരം ആളുകൾ ചെയ്യാൻ കഴിയും. ഇല്ലെങ്കിലോ മനത്തെക്കുറിച്ചുള്ള അതുപോലെ നീണ്ടു അതേപോലെ തന്നെ ഇഷ്ടപ്പെടാൻ കഴിയില്ല. തോന്നിക്കൊണ്ടിരിക്കും അത്ര കിട്ടുന്നില്ലെങ്കിൽ ഇത്ര കിട്ടുന്നില്ലെങ്കിൽ എന്ന മോഹം, ഒരാഗ്രഹം, അത് കിട്ടാനുള്ള പണികൾക്ക് അതിന്റെ പുറകെ ചിന്തകളാകും. അതേപോലെ തന്നെ നോമ്പാകാതെ മറ്റു കാര്യങ്ങളാകട്ടെ അലസതയുടെയും മടിയും അശ്രദ്ധയുടെയും തുടങ്ങിയ കാര്യങ്ങൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാനും നിങ്ങൾ ഓരോരുത്തരും ശരിക്ക് ആ റാബിനെ കണ്ടുമുട്ടാനുള്ള യാത്രക്കുള്ള ഒതുക്കുന്നുണ്ടാകണം, ചിന്തയുണ്ടാകണം. നമ്മുടെ മരണത്തെ നിരന്തരമായി നമ്മൾ ഓർക്കണം. അതാണ് ഞാൻ ഓർമ്മിപ്പിച്ച വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിന്റെ അവസാനത്തെ ആയത്ത് അല്ലാഹു പറയുന്ന കാര്യമാണ്. അവസാനത്തെ ആയത്തുള്ള ഓർമ്മിക്കാൻ എന്താ? ഫമൻ കാന യർജൂ فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا فمن كان يرجو لقاءه രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ അർഹമുർറഹീമായ അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാരാണോ അവൻ സ്വാലിഹായ സൽക്കർമ്മങ്ങൾ ചെയ്യട്ടെ, അമലു സ്വാലിഹാർപ്പിക്കട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, തങ്ങളുടെ മരണത്തെ കുറിച്ചുള്ള ചിന്ത, അത്തരം ഒരുപാട് മരണചിന്ത നമ്മളെ ഒരുപാട് നന്മകൾക്ക് സഹായിക്കും. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ സകല തെറ്റുകളിൽ നിന്നും ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചു മടങ്ങാൻ അല്ലാഹു നമ്മളെ സഹായിക്കും. അതുകൊണ്ട് മരണത്തെ കുറിച്ചുള്ള ചിന്ത അനിവാര്യമാണ്. നിരന്തരമായി നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും നമുക്ക് ആ ചിന്തയുണ്ടാകണം. അല്ലാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. ഉണ്ടായ മാത്രം പോരാ, ആ ചിന്ത ഉണ്ടായാൽ അവിടെ ഒരുപാട് കാര്യങ്ങൾ, ആ കാര്യങ്ങൾ കൂടി അതിന്റെ നന്മകളുടെ കൂടി അതിന്റെ ഭാഗമായി ഉണ്ടാകണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അങ്ങനെ ഒരുപാട് നന്മകൾ കൊണ്ട് സമ്പന്നമായി നമ്മുടെ ജീവിതം അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ ലാറ്റുകളിൽ നിന്നും തിന്മകളിൽ നിന്നും അല്ലാഹു നമ്മെ സംരക്ഷിച്ച് കാക്കുമാറാവട്ടെ. അങ്ങനെ ഏറ്റവും നല്ല മരണം ലഭിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് സന്തോഷത്തോടെ അല്ലാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. എവിടെ വെച്ച് എങ്ങനെ വിളിക്കേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ അല്ലാഹു എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. എല്ലാവരും പറയുന്നത് പോലെ ഈ ഉള്ളവൻ പഠിച്ചതും ഇപ്പോ വർക്ക് ചെയ്യുന്നതുമായ തൃശ്ശൂർ ജില്ലയിലെ മധ്യ കേരളത്തിലെ ജാമിഅ ഉസ്താദുൽ ഇന്ന് അൽഹംദുലില്ലാഹ് വളരെ ഏറ്റവും നല്ല പ്രതീക്ഷാപരമായ മധ്യ കേരളത്തിലെ പ്രത്യേകിച്ചും നമ്മുടെ വടവൻ മലബാർ പോലെയല്ല, തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരം വരെയുള്ള പ്രദേശങ്ങളിൽ നമുക്ക് മറ്റൊരു സ്ഥാപനം പോലെ സൗകര്യമായിട്ടില്ല. അവിടെ അല്ലാഹുവിന്റെ പഠിക്കുകയും ജനങ്ങൾക്ക് പ്രബോധനം ചെയ്യുന്ന ശരീഅ കോളേജിൽ 150ഓളം കുട്ടികൾ, അതേപോലെ തന്നെ ഭിന്നശേഷിക്കാരായ ശരിക്കും ഞങ്ങൾക്ക് വലിയ ഒരു തുറക്കുന്ന എപ്പോഴും അല്ലാഹുവിന്റെ നിഅമത്തുകളെ നമ്മളോടുകയും നമ്മുടെ മക്കളെ നമ്മൾ നിരന്തരമായി ഉപയോഗിക്കുകയും ചെയ്യുന്ന സ്ഥാപനമാണ് കരുണാഭവൻ. മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന ഓട്ടിസം വന്ന ഏകദേശം 86 കുട്ടികൾ പഠിക്കുന്ന ഭിന്നശേഷി
കരുണാഭവൻ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെന്റർ എന്ന വലിയ ഒരു സംവിധാനം, അതുമായി ബന്ധപ്പെട്ട റിസർച്ചുകളും പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്കായി കഴിഞ്ഞ ഒരു ക്യാമ്പസ് എല്ലാ സൗകര്യങ്ങളോടുകൂടി ഒരുക്കുകയാണ്. മറ്റൊന്നുമില്ല, കാരണം എന്ന് വെച്ചാൽ ഒരു ഭിന്നശേഷി കുട്ടി എന്ന് പറഞ്ഞാൽ ജനിച്ച സമയത്ത് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു 4-5 വർഷം അവരുടെ വിദ്യാഭ്യാസം ആരംഭിക്കുന്ന സമയം വരെയുള്ള ആ പ്രായത്തിൽ പ്രത്യേകമായി പ്രിപ്പറേറ്ററി സ്കൂളിൽ കൊണ്ടുവന്ന് ആ കുട്ടികളെ പഠിപ്പിച്ച് പരിശീലനം കൊടുത്ത് ശരിയായി എടുത്താൽ ഒരു പരിധി വരെ സാധാരണ കുട്ടികളുടെ നോർമൽ അവസ്ഥയിലേക്ക് ആ കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. ഇന്ന് അത്തരം സംവിധാനങ്ങൾ വളരെ കുറച്ച് മാത്രമേ കേരളത്തിലുള്ളൂ. അതുകൊണ്ട് തന്നെ അതിന് ഏർലി ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ വലിയ ഒരു സംവിധാനത്തെ കുറിച്ച് അതിന്റെ പരിപാടികളുമായി മുന്നോട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ് അല്ലാഹു സഹായിക്കുമാറാവട്ടെ. കാരണം 19-6 കുട്ടികൾക്ക് എത്ര വയസ്സായ 10 വയസ്സ് 20 വയസ്സ് 30 വയസ്സ് 36 വയസ്സ് വരെ കുട്ടികളുണ്ട്. പക്ഷേ വയസ്സ് മാത്രമേ അവർക്ക് കൂടുള്ളൂ, അവർക്ക് ബുദ്ധിയില്ല. അള്ളാഹുവിന്റെ അടുക്കൽ ഭാഗ്യവാന്മാരാണ് അവർ. സ്വർഗാവകാശികളാണ്. അവർക്ക് ഒരു പേടിയില്ല, അവർക്കൊന്നും പേടിയില്ല. അവർ സ്വർഗത്തിലാണ്. അവർക്ക് യാതൊരു വിചാരമില്ല. പക്ഷേ അവർ നമുക്കുള്ള പരീക്ഷണമാണ്, നമുക്കുള്ള സ്വർഗമാണ്. ഇത്തരം മതം നമ്മുടെ ചുറ്റുപാട് നമ്മൾ അവരെ എങ്ങനെ നോക്കുന്നു, അവരെ എങ്ങനെ പരിചരിക്കുന്നു, അവരോട് നമ്മൾ എങ്ങനെ സമീപിക്കുന്നു എന്ന ചോദ്യം നമുക്കാണ് ഒരു പരീക്ഷ. നമുക്കാണ് ഒരു പരീക്ഷണം. അവരിലൂടെ സ്വർഗം നേടാനുള്ള പരിശ്രമത്തിലാണ്. മാത്രമല്ല ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് എല്ലാം സ്കൂളാകാതെ, ഹെഹിലാകാതെ, കോളേജാകാതെ, പള്ളിയാകാതെ, മദ്രസയാകാതെ അനുബന്ധമായ എല്ലാ സ്ഥാപനങ്ങളും അതിനേക്കാൾ പ്രാധാന്യം ഞങ്ങൾ കൊടുക്കുന്നു ഈ മക്കൾക്ക്. മറ്റൊന്നിനു വേണ്ടിയില്ല. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ നന്മകളും അല്ലാഹു സ്വീകരിക്കാൻ ഇത്തരം മക്കളിലൂടെ, ഇവരിലൂടെ, അവരുടെ പ്രവർത്തനങ്ങളിലൂടെ, അവരുടെ കുടുംബത്തിലൂടെ. അതുകൊണ്ട് എല്ലാവരും സാധിക്കുന്നത് പോലെ റമളാനാണ്, എന്നും പിരിവുണ്ടാകും, എന്നും ഇതേവരെ ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് പ്രയാസം വിചാരിക്കരുത്. മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി ഒരു വർഷത്തേക്ക് ഇതുപോലുള്ള കുട്ടീനെ ഏറ്റെടുക്കാൻ സാധിക്കുന്ന ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ പ്രത്യേക വ്യക്തിപരമായി ബന്ധപ്പെടണം. നമ്പറുകൾ ബന്ധമായ സംവിധാനങ്ങളോട് ബന്ധപ്പെട്ടാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങളെ സ്വാലിഹായ അമലായി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു വിജയിപ്പിക്കുമാറാവട്ടെ. ഇതിനുവേണ്ടി പരിശ്രമിക്കുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചിരിക്കാൻ അല്ലാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെയും മാതാപിതാക്കളെയും അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെയും ഇണകളെയും അല്ലാഹു സ്വാലിഹീങ്ങളാക്കി തരുമാറാവട്ടെ. നമ്മുടെ മക്കളിൽ അല്ലാഹു അനുഗ്രഹം പ്രദാനം ചെയ്യുമാറാവട്ടെ. ربنا تقبل منا انك انت السميع العليم واخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمه الله وبركاته. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. السلام عليكم ورحمه الله وبركاته.